അറിവിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം. റഷ്യയിൽ നിന്നാണ് ഇതുവരെ കേൾക്കാത്ത ഒരു വാർത്ത കേൾക്കുന്നത്. കാരണം യുദ്ധത്തിന്റെ വാർത്തകളല്ല. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവിടെ കൊടുമ്പിരി കൊള്ളുന്നുണ്ട്. യുദ്ധം സമാപിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ മറ്റൊരു വാർത്തകളാണ്. കാരണം റഷ്യയിൽ കുറെ പേര് മരണപ്പെട്ടു. അതുകൂടാതെ ജനസംഖ്യ വളരെയധികം കുറഞ്ഞു വരികയാണ് റഷ്യയിൽ. അപ്പോൾ എങ്ങനെയെങ്കിലും കുട്ടികളെ ജനിപ്പിച്ചു തന്നാൽ മതി എന്നാണ് മന്ത്രാലയങ്ങൾ ദമ്പതിമാരെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിലേക്ക് ഒന്ന് പോകാം. പരമാവധി കുട്ടികളെ ഈ വീഡിയോ കാണിക്കാതിരിക്കുക എന്ന് അഭ്യർത്ഥിക്കുന്നു. റഷ്യയിൽ ജനസംഖ്യ കുത്തനെ കുറയുകയാണ്. ഇതിനെ നേരിടാനായി അവിടുത്തെ ഭരണകൂടം പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ജോലി സ്ഥലത്തെ ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കുന്നത് മുതൽ സെക്സ് മന്ത്രാലയം വരെ രൂപീകരിക്കാനുള്ള നീക്കത്തിലാണ് അവിടുത്തെ സർക്കാർ നിലകൊള്ളുന്നതെന്നാണ് പുതിയതായി വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ. അതായത് സർക്കാർ പറയുന്നതെന്ന് വെച്ചാൽ ജനനനിരക്ക് കുത്തനെ കുറയുകയാണ്. അത് നേരിടാൻ ലൈംഗിക ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഒരു സെക്സ് മന്ത്രാലയം രൂപീകരിക്കാനായിട്ട് സർക്കാർ തീരുമാനിക്കുന്നത്. നമ്മൾ ഇതുവരെ കേൾക്കാത്ത നിർദ്ദേശങ്ങളാണ് ജനസംഖ്യ കൂട്ടാനായിട്ട് അവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് രാജ്യത്തെ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് റഷ്യൻ ഉദ്യോഗസ്ഥർ വിവിധ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ദമ്പതികൾക്കിടയിൽ കൂടുതൽ അടുപ്പമുണ്ടാക്കാനായി രാത്രി 10-നും പുലർച്ചെ 2-നും ഇടയിൽ വീട്ടിലെ ഇന്റർനെറ്റും ലൈറ്റും എല്ലാം ഓഫാക്കാൻ പൗരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന നിർദ്ദേശമാണ് അതിലൊന്ന്. നമുക്ക് പലതും വിചിത്രമായി തോന്നാം, പക്ഷെ സത്യമാണത്. നെറ്റ് ചൊളിച്ചിട്ടൊരു കാര്യമില്ല. ചില രാജ്യങ്ങളിലെ അങ്ങനെയാണ്. കപ്പിൾസിന് അവരുടെ ആദ്യ ഡേറ്റിന് സർക്കാരിൽ നിന്ന് 50,000 റൂബിള്, അതായത് ഏകദേശം 4,300 രൂപയിൽ അധികം വരെ നൽകാനും മന്ത്രാലയം നിർദ്ദേശിക്കുന്നുണ്ട്. അതുകൂടാതെ ഗർഭധാരണം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ദമ്പതികൾക്ക് ആദ്യ രാത്രി ഹോട്ടൽ ചെലവുകൾ ഏകദേശം 26,300 രൂപ, അതായത് ഏകദേശം 22,500 രൂപ നൽകണമെന്നും ചില ഉദ്യോഗസ്ഥർ ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യുന്നുണ്ട്. വീട്ടുജോലികൾ ചെയ്യാൻ വേണ്ടി ജോലിക്ക് പോകാത്ത അമ്മമാർക്ക് പണം നൽകുക, പെൻഷൻ നൽകുക എന്നതും ഈ നിർദ്ദേശങ്ങളിൽ ചിലതാണ്. രാജ്യത്ത് ഒട്ടാകെ ഉള്ള ജനസംഖ്യ കൂട്ടാനായി ചില പ്രദേശങ്ങളിൽ പ്രത്യേക ഓഫറുകളും മന്ത്രാലയം നൽകുന്നുണ്ട്. അതായത് അവിടുത്തെ ഒരു സ്ഥലമായ ഖബറോസ്കിനിൽ 18-നും 20-നും ഇടയിൽ പ്രായമുള്ള യുവതികൾക്ക് ഒരു കുഞ്ഞുണ്ടാവാതിനുള്ള പ്രോത്സാഹനമായി 900 പൗണ്ട്, അതായത് 98,000 രൂപ വരെ വാഗ്ദാനവും നൽകുന്നുണ്ട്. അത് ചെലാബിൻസ്കിനിൽ 8,500 പൗണ്ടാണ്. അതായത് വീണ്ടും റേറ്റ് കൂടും. നേരത്തെ അവിടുത്തെ മന്ത്രിയായ ഡോക്ടർ യവ്ജനി റഷ്യക്കാരോട് അവരുടെ ജീവിതത്തിൽ സെക്സ് അറ്റ് വർക്ക് പ്ലേസ് പദ്ധതി അവതരിപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അനുയായിയും റഷ്യൻ പാർലമെന്റിന്റെ കുടുംബ സംരക്ഷണ സമിതിയുടെ മേധാവുമായ 68-കാരിയായ നീന ഒസ്റ്റാനിയ ലൈംഗിക മന്ത്രാലയം രൂപീകരിക്കണമെന്ന നിവേദനം പരിഗണിച്ചു വരികയാണ്. അതുകൂടാതെ മോസ്കോയിൽ വനിതാ പൊതുമേഖലാ ജീവനക്കാർക്കിടയിൽ സർവേ നടത്തിയിരുന്നു സർക്കാരിന്റെ കീഴിൽ. തികച്ചും വ്യക്തിപരമായ കാരണങ്ങളാണ് ഇതിലുണ്ടായിരുന്നത്. എപ്പോഴാണ് ലൈംഗികമായി ആക്റ്റീവ് ആകുന്നത്, ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ, വന്ധ്യതയുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ അല്ലെങ്കിൽ മുൻകാല ഗർഭധാരണങ്ങൾ, വരും വർഷത്തെ കുട്ടികൾ ഉണ്ടാകാൻ പദ്ധതി ഇട്ടിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. സർവേയിൽ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ അവർ നിർബന്ധമായും ഡോക്ടറെ കാണണമെന്നാണ് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്നത്. സർവേയിൽ ചോദിച്ച അതേ ചോദ്യങ്ങൾക്ക് ഡോക്ടറോടും മറുപടി നൽകണം. കുട്ടികൾ ഉണ്ടാകാതിരിക്കാൻ പ്രോത്സാഹനം നൽകുന്നതിന് $1,000 തുച്ഛമായ പിഴ ഈടാക്കുന്ന ഒരു പുതിയ നിയമത്തിനായി റഷ്യൻ പാർലമെന്റ് നേരത്തെ ചർച്ച ചെയ്തിരുന്നു. കുട്ടികൾ ഉണ്ടാകാതിരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന മാധ്യമങ്ങളെയും ഓൺലൈൻ ഉള്ളടക്കത്തെയും ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു നിയമം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. മോസ്കോയിൽ സ്ത്രീകൾക്കായി സൗജന്യ ഫെർട്ടിലിറ്റി ടെസ്റ്റിംഗ് പ്രോഗ്രാം ആരംഭിച്ചു കഴിഞ്ഞു.
ഇതുവരെ ഏകദേശം 20,000 പേര് അതിൽ പങ്കെടുത്തതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് അവരുടെ രാജ്യത്തെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. അതായത് 25 വർഷത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞ ജനന നിരക്കാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 2024 ആദ്യ പകുതിയിൽ റഷ്യയിൽ ഏകദേശം 6 ലക്ഷത്തി ചില്ലാനും കുട്ടികൾ മാത്രമാണ് ജനിച്ചത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 16,000 കുട്ടികളെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് 1999 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കാണ് ഇത്. ഇതാണ് അവരുടെ ഞെട്ടിച്ചത്. അതായത് ചില റിപ്പോർട്ടുകൾ പറയുന്നത് യുക്രൈനുമായുള്ള നീണ്ട യുദ്ധത്തിലാണ് റഷ്യയിൽ ഈ ജനസംഖ്യാ മാന്ദ്യം സംഭവിക്കുന്നത് എന്നാണ്. യുദ്ധം അതിന്റെ 3ാം വർഷവും തുടരുകയും ഇപ്പോൾ റഷ്യൻ പ്രദേശത്തെ നേരിട്ട് ബാധിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. സാമ്പത്തികമായി മാത്രമല്ല അതിർത്തി പ്രദേശങ്ങളിലെ സുരക്ഷാ സാഹചര്യം അനിശ്ചിതത്വത്തിൽ ആയതിനാൽ കുട്ടികൾ ജനിക്കുന്നത് സംബന്ധിച്ച തീരുമാനങ്ങൾ കുടുംബങ്ങൾ വൈകിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം ഗവൺമെന്റ് വെച്ചിട്ടുള്ളത്.